ലിനൻ ഫിനിഷിൽ റയോൺ ഫാബ്രിക്കിൽ വിസ്കോസ് റയോണിൻ്റെ നമ്മൾ യൂഷ്വലി കാണാറുള്ളത് പ്ലെയിൻ വീവിങ് പാറ്റേണിലാണ്. ഇതൊരു ലിനൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ലുക്കാണ്. ആക്ച്വലി ആ ഒരു ഭഗൽപുരി ലിനൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പവലും ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് വരത്തില്ലേ, അതുപോലത്തെ ഫാബ്രിക്കാണ്. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് കോട്ടൺ ബോട്ടം ആൻഡ് ദുപ്പട്ട ആൻഡ് ടോപ്പും സെയിം മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡി ടു ഡിസ്പാച്ച് ആണ്. ആൻഡ് ഇത് 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റാണ് കേട്ടോ. ഫുള്ളി എംബ്രോയിഡഡ് ആയിട്ടുള്ള നെക്ക് ലൈൻ, സ്ലീവ്സ് ആൻഡ് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അതെ, ലൈൻഡ് അത് ഒരു സോഫ്റ്റ് കോട്ടൻ്റെ തന്നെ ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടത്തിലും എംബ്രോയിഡറി വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് പോക്കറ്റ്സ് ആസ് വെൽ. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സെറ്റാണ്. OS 375 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ദുപ്പട്ടയുടെ എംബ്രോയിഡറിയും നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി വന്നിരിക്കുന്നതിനകത്ത്. ഫുള്ളായിട്ട് ഈ ഒരു ആഞ്ചൽ പോർഷൻ്റെ അവിടോട്ട് വന്നിട്ട് നമുക്കൊരു ട്രയാങ്കുലർ പാറ്റേൺ ഉണ്ടാകത്ത് ഹാൻഡ് എംബ്രോയിഡറി കാന്ത കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലാത്ത ദുപ്പട്ടയും കൂടിയാണ്. ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സെറ്റ് 2899 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാം ഒരു റയോണിൻ്റെ ഒരു ബ്ലെൻഡാണ്. അപ്പോൾ അതൊരു ലിനൻ പോലെ വീവ് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ദുപ്പട്ടയിലും ടോപ്പിലും ഫുള്ളായിട്ട് എംബ്രോയിഡറി, ബോട്ടത്തിൻ്റെ ഹെം ലൈനിലും എംബ്രോയിഡറി വരുന്നുണ്ട്. നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ 3/4 സ്ലീവിൽ വന്നിരിക്കുന്ന ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സൽവാർ സെറ്റ്. പ്രിൻറ്റഡ് സാരീസ്, ചന്തേരി ഫിനിഷിൻ്റെ അകത്ത് പ്രിൻറ്റഡ് സാരീസ് ഓൺലി അറ്റ് 999. അപ്പോൾ ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്യുവർ ചന്തേരിക്കകത്ത് നമുക്ക് കുറച്ച് ചന്തേരി സിൽക്സിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നല്ല രസമുള്ള പ്രിൻറ്റഡ് ലുക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. കെയർ ഓൾസോ ഇസ് മച്ച് മോർ ദാറ്റ് ഈസ് റിക്വയർഡ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്നു. ഡെയിലി വെയറിന് പെർഫെക്റ്റ് ആണ്. ഭയങ്കര വെയർ ആൻഡ് ടയർ ഒന്നും വരത്തില്ല, നമുക്ക് ചുളിവൊന്നും വരത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ ചുളുങ്ങി പോകുന്നില്ല. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ സാരി ഉടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വർക്കിന് നമ്മൾ സാരീസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ ടീച്ചേഴ്സ്, സർവീസ് സെക്ടേഴ്സിലുള്ളവരാണെങ്കിലും ഒക്കെ. ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. ആൻഡ് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതെല്ലാം സപ്ലിമേഷൻ പ്രിൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കെയർ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഡിപ്പ് വാഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. മെഷീൻ വാഷ് ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് യൂഷ്വലി സാരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെഷീൻ വാഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കുറച്ചൊന്ന് പോകാനുള്ള ചാൻസസ് ഉള്ളത് കാരണം നമുക്കതിനകത്ത് ഇങ്ങനെ കളർ ബ്ലീഡിങ് ഒന്നും ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരത്തുമില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കളേഴ്സും കൂടി വരുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് മറൂണും ബ്ലാക്കിൻ്റെയും ബേജിൻ്റെയും ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അതിൻ്റെ ബോർഡർ ലുക്കും രണ്ട് സൈഡിലും സിമിലർ ആണ്, പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഒരു ട്രയാങ്കുലർ ലുക്കും കൂടെ അവിടെ വരുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. സ്ലൈറ്റ് വേരിയേഷൻ ലോവർ ബോർഡറും അപ്പർ ബോർഡറും തമ്മിൽ വരുന്നുള്ളൂ. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പല്ലൂല് ഫുള്ളായിട്ട് ഇതേപോലെ നമ്മുടെ ഹാൻഡ് ബ്ലോക്സിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഒരു സിമിലർ സ്റ്റൈൽ തന്നെയാണ് അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. ഇത് സാരി, ഇത് ബ്ലൗസ് കേട്ടോ. ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ലോങ് സിൽക്ക് നൈലോൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി നോട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന പല്ലു നോട്ടിങ് അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ വിത്ത് ഒരു ബർഗൻഡി കോമ്പിനേഷൻ. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒലിവിൻ്റെ ടോൺ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെ ബർഗൻഡി കോമ്പിനേഷൻ. ദിസ് ഇസ് ദി ബ്ലൗസ്. ഇതിൻ്റെ അകത്തും ആ ഒരു ഡാർക്ക് ടോൺ ഓൾമോസ്റ്റ് ക്ലോസ് ടു ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ദിസ് ഇസ് വൺ. ആൻഡ് ഫൈനലി വി ഹാവ് ബ്ലാക്ക് വിത്ത് എ മസ്റ്റേർഡ് ഷെയ്ഡ്. ഇച്ചിരി ഒരു ബ്രൗൺ ടോൺ ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 262 ആണ്. 999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. വെരി കാഷ്വൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ചന്തേരിയുടെ ഒരു ഫിനിഷിൽ വന്നിരിക്കുന്നത്. അതുപോലത്തെ വീവിങ് സ്റ്റൈലാണ്, ബ്ലെൻഡഡ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. ചെക്ക് ഇറ്റ് ഔട്ട്.
ഡാർക്ക് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള പല്ലു ബ്ലൗസും ആൻഡ് ബോഡിയിൽ ഒരു ഭയങ്കര സട്ടിലായിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ സാരിയുടെ ലുക്സ് വരുന്നത്. പ്യുർ ടസേഴ്സിൻ്റെ അകത്ത് വരുന്ന കളക്ഷനാണ്. ആൻഡ് ഇതിനകത്ത് ഫുള്ള് വീവിങ് പാറ്റേൺ, അതുപോലെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്ന കളക്ഷനാണെന്ന്. നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഫോൾഡിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതാണ് ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പുന്നത്. 8299 റേഞ്ചിൽ വന്നിരിക്കുന്ന പ്യുർ ടസർ സാരീസ്. ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു വീവിങ് പാറ്റേൺ, എപ്പോഴും കാണുന്ന വീവിങ് പാറ്റേണിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിക്ക് യാൻസ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ വീവിങ്. അത് കുറച്ച് നമ്മൾ തൊടുമ്പോൾ തന്നെ സർഫസസ് ലിറ്റിൽ റേസ്ഡ്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് അത് നമുക്ക് കാണുമ്പോഴും ആ ഒരു ലുക്ക് നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ വീഡിയോ. കുഞ്ഞു മോട്ടീവ്സ് ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആകുമെന്നുള്ളത് അറിയില്ല. പല്ലുവിൽ എനിക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സെയിം കോൺട്രാസ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാണ്. ഗോൾഡൻ ജെറി വീവിങ്ങിലാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡ് ആണ്, ഇച്ചിരി ഒരു ഗ്രേ ടിൻറ്റഡ് ആണ്. ടസറിൻ്റെ തന്നെ ആ ഒരു ഷെയ്ഡിൽ നിന്ന് കുറച്ചൊരു ഗ്രേ ടിൻറ്റ് വന്നിട്ടുള്ള ലുക്ക്. ആൻഡ് 8299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ ലുക്ക് വരുന്നത്. അതൊരു ഒലിവ് ഗ്രീനിൻ്റെ കോമ്പിനേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വണ്ണിൻ്റെ അകത്ത് ബർഗൻഡി ആണ് അതിൻ്റെ ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രൈപ്പ് ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. ഒരു കാന്താടെ ഒരു വീവിങ് സ്റ്റൈൽ പോലെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്. അപ്പോൾ ഇത് ഒരു പാറ്റേൺഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ മോട്ടീവ്സ് യു ക്യാൻ സീ 3 കളേഴ്സ് ഇൻ ദിസ് വൺ. ബർഗൻഡി, ഒരു ലൈലാക്ക് ആൻഡ് ദെൻ സ്ലൈറ്റ്ലി ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ടോൺ. നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ഇൻ എ മറൂൺ ടോൺ. ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെയാണ്. അത് മറൂൺ ടു പിങ്ക് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് അതിൻ്റെ മോട്ടീവ്സ് വന്നിരിക്കുന്നത്. സെയിം ജോമെട്രിക് വീവിങ് പാറ്റേണിൽ തന്നെയാണ് എല്ലാം വരുന്നത്. ഇതിൻ്റെയും ബ്ലൗസ് വന്നിട്ട് സ്ട്രൈപ്പ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് വൂവൺ ടസർ സാരീസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ സ്ട്രൈപ്പ് ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസിന് കാന്ത വീവിങ് സ്റ്റൈൽ. ലാസ്റ്റ് കോമ്പിനേഷൻ ഇസ് ഹാവിങ് എ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ടോൺ. അത് നേവി ഷെയ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡാർക്ക് അല്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് റോയൽ ഓൾസോ. ഒരു ഇൻ ബിറ്റ്വീൻ ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. അപ്പം ആദ്യം കണ്ട ഒരു സാരി വെച്ച് ബാക്കിയല്ല അതിനകത്ത് ആ ഒരു സ്ട്രൈപ്പ് വീവിങ് ലുക്ക് വന്നിട്ടുണ്ട്. ഹാൻഡ് വോവൺ ടസർ സാരീസ്, ബ്യൂട്ടിഫുൾ ത്രെഡ് വോവൺ മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. SK 336 തൊട്ട് 339 വരെയുള്ള കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.